യേശു സന്നിധി മാമാഭാഗ്യം, ക്ലേശം മാറ്റി മഹാ സന്തോഷം നൽകുന്ന യേശു സന്നിധി മാമാഭാഗ്യം. ശുദ്ധാത്മാവനുദിനം എന്നുള്ളിൽ വസിച്ചെന്നെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കും നേരമെപ്പോഴും യേശു സന്നിധി മാഭാഗ്യം. ദൈവവചനമതിൽ ധ്യാനിച്ചിടുവാനതി രാവിലെ തൻ പാദം പ്രാപിക്കും നേരം യേശു സന്നിധി മാഭാഗ്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥാ, സ്വർഗ്ഗ പിതാവേ, അതിമനോഹരമായ നല്ല പ്രഭാതത്തിനായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഉറങ്ങി ഉണരുവാനും കർത്താവിൻ്റെ പാദപിടിത്തിലായിരിക്കാനും അവിടുന്ന് സഹായിച്ചതോർത്ത് സ്തോത്രം. ഈ നല്ല ദിവസത്തിനായിട്ട് നന്ദിയപ്പാ, നന്ദി. രാത്രികാലം അല്പസമയം ഉറങ്ങുവാനും ഉണരുവാനും തമ്പുരാൻ്റെ പാദപിടിത്തിലായിരിക്കാനും സ്വർഗം തന്ന മഹാഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. അപ്പോൾ ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും എല്ലാം എൻ്റെ അപ്പച്ചൻ്റെ പക്കൽ ദാനമായി തന്ന് സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ശരീരാത്മദേഹികളെയൊക്കെ ബലപ്പെടുത്തണേ. ഞങ്ങളുടെ ക്ഷീണങ്ങളെ, ഭാരങ്ങളെ, രോഗങ്ങളൊക്കെ സൗഖ്യമാക്കണമേ. ഞങ്ങളുടെ പോക്കിലും വരവിലും വാഹനത്തിലും വഴിയിലും ഒക്കെ കൂടിയിരിക്കണമേ. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും കൂടിയിരുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വരെ അത്ഭുത അതിശയമായി കരം പിടിച്ച് നടത്തിയ ദൈവത്തിന് സ്തോത്രം. അവിടുത്തെ ആലോചനയാൽ നടത്തിയതോർത്ത് സ്തോത്രം. വീണ്ടും എൻ്റെ കർത്താവിൻ്റെ കൃപയ്ക്കുള്ളിൽ ഞങ്ങളെ മറയ്ക്കണം. കർത്താവിൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളുണ്ട്. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന ഓരോ ജീവിതങ്ങളെയും ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഓരോരുത്തരുടെയും എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളെയും ഏൽപ്പിക്കുക കർത്താവേ. ഞങ്ങളെ ഒരുപോലെ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി അയക്കണമേ. ഞങ്ങളുടെ ഭാരങ്ങളും രോഗങ്ങളും എല്ലാം സ്വർഗ്ഗം ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് ദൂരത്തും ചാരത്തുമായിരിക്കുന്ന എല്ലാ മക്കളെയും ഒരുപോലെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കട്ടെ. ദാനം തന്ന ഞാനും പെണ്ണുമായ കുഞ്ഞുങ്ങളെ സമർപ്പിക്കട്ടെ. അവരുടെ വിദ്യാഭ്യാസം ഏൽപ്പിക്കട്ടെ. അവരുടെ ഭാവി ഏൽപ്പിക്കട്ടെ. അവരുടെ ജോലി ഏൽപ്പിക്കട്ടെ. അവരുടെ കുടുംബജീവിതം ഏൽപ്പിക്കട്ടെ. കൊച്ചു തലമുറകളെ സമർപ്പിക്കട്ടെ. കർത്താവെ, ഞങ്ങളുടെ അനാഥരെയും വിധവകളെയും ഏൽപ്പിക്കട്ടെ. സ്തോത്രം. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെയൊക്കെ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ യുവതിയുവാക്കന്മാരെ സമർപ്പിക്കട്ടെ. ഞങ്ങളുടെ പൈതങ്ങളെ ഏൽപ്പിക്കട്ടെ. എല്ലാവരെയും ഒരുപോലെ കാത്ത് സൂക്ഷിച്ച് പരിപാലിക്കണമേ. ശത്രുവാരെയും കാണരുതേ, ദുഷ്ടപിശാചാരെയും തുടരുതേ. അന്ധകാരത്തിനെയൊന്നും കെടുതി കടന്നു വരാതെ കാത്തോണേ കർത്താവേ. ദൈവമേ, ഞങ്ങളുടെ ജീവിത പങ്കാളിയെ സൗഖ്യത്തോടെ സമാധാനത്തോടെ കാത്തോണേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെ മാനിക്കണേ. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന എല്ലാ മക്കളെയും പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. അപ്പോൾ നല്ല ബുദ്ധിയും ആലോചനയും കൊടുക്കണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പരീക്ഷയിൽ കൂടിയിരിക്കണം. നല്ല മാർക്കോടെ പാസ്സാകണം. അവർ ആഗ്രഹിച്ച വിധത്തിൽ വളർന്ന് മുതിർന്നു വരണം. കർത്താവിനെ ഭയപ്പെട്ട് വളരുവാനും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് 10, 11, 12 പഠിക്കുന്ന മക്കളുണ്ട്. ഡിഗ്രിക്ക് പഠിക്കുന്ന മക്കൾ, മറ്റ് വിവിധ കോഴ്സുകളിലായിരിക്കുന്നവർ, OET, IELTS പഠിക്കുന്നവർ, ജർമ്മൻ പഠിക്കുന്ന മക്കൾ, പ്രൊമറ്റി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ, കർത്താവെ പരീക്ഷ എഴുതിയിട്ട് റിസൾട്ട് കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ, വിദേശ രാജ്യത്ത് കടന്നു പോകാൻ കാത്തിരിക്കുന്ന മക്കൾ, മെഡിക്കൽ കഴിഞ്ഞ മക്കളുണ്ട്, മെഡിക്കലിനായി കാത്തിരിക്കുന്നവരുണ്ട്. എൻ്റെ കർത്താവെ അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ കർത്താവെ. സ്തോത്രം, സ്തോത്രം കർത്താവെ. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ട മക്കളുണ്ടപ്പാ. ഇൻ്റർവ്യൂവിന് വേണ്ടി കാത്തിരിക്കുന്ന മക്കളുണ്ട്. എൻ്റെ സ്വർഗ്ഗവരെ കാത്തുകൊള്ളണമേ, അനുഗ്രഹിക്കണമേ, വഴികളെ തുറക്കണമേ. പ്രത്യേകിച്ച് ഉപജീവനമാർഗമില്ലാതെ ഭാരപ്പെടുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വഴിവാതിൽ തുറന്നു കൊടുത്തവരെ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ പാദപിടിത്തിൽ കടന്നു വന്നിട്ട് ഒരു ഊർമക്കളിൽ യജിച്ചുവാനാണെന്ന് സമ്മതിക്കുന്ന ദൈവമല്ലല്ലോ നാഥാ. വഴികളെ തുറക്കണമേ. ഉപജീവനമാർഗത്തിൻ്റെ വഴികളെ കാണിച്ചു കൊടുക്കണമേ. സ്വർഗം അവിടുന്ന് അത്ഭുതങ്ങളെ ചെയ്യണമേ. എൻ്റെ സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവരുടെ മുൻപിൽ തലകുനിച്ച് നിൽപ്പാൻ അനുവദിക്കല്ലേ. മറ്റുള്ളവരുടെ മുൻപിൽ കൈനീട്ടുവാൻ അനുവദിക്കല്ലേ. ആർക്കും ഒരു ഭാരമായി തീരാൻ സമ്മതിക്കല്ലേ. സ്വർഗം കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. യേശുവേ, മഹോന്നതനായ ദൈവപുത്ര, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ചേൽപ്പിക്കുന്ന കർത്താവേ, ജോലി ചെയ്യുന്ന ഓരോ മക്കളെയും അനുഗ്രഹിക്കണേ. സമാധാനത്തോടെ ദൈവകൃപയോടും ആരോഗ്യത്തിലും ജോലി ചെയ്ത് നന്മകളെ പ്രാപിപ്പാൻ ഇടയാക്കണമേ. ഓരോ മക്കളുടെയും പോക്കിലും വരവിലും കൂടെയിരിക്കണമേ അപ്പാ. ആപത്തപ്പകളിൽ നിന്ന് വിടുവിക്കണേ അപ്പാ. സമാധാനത്തോടെ ജോലി ചെയ്യാൻ ഇടയാക്കണമേ. മേലധികാരികളോടൊക്കെ ഇടപെടണമേ കർത്താവേ. സന്തോഷത്തോടും ദൈവകൃപയോടും കുഞ്ഞുങ്ങളോട് ഇടപെടുവാനൊക്കെ ഇടയാക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, പ്രതിസന്ധികളുടെ നടുവിൽ കൂടി കടന്നു പോകുന്ന കുഞ്ഞുങ്ങളുമുണ്ട്.
എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചനവരെ കാവൽ ചെയ്തേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. സന്തോഷത്തോടും ദൈവകൃപയോടും നടത്തുന്നതോർത്ത് നന്ദി. കുടുംബജീവിതത്തിൽ സമാധാനം ലഭിക്കാത്ത മക്കളെ സമർപ്പിക്കുന്നു. എൻ്റെ സ്വർഗത്തിലെ ദൈവമേ, ദിവ്യ സമാധാനം അനുഭവിച്ച് ജീവിപ്പാൻ ഓരോ മക്കളെയും ഇടയാക്കണമെന്നടി പ്രാർത്ഥിക്കുന്നു. ഈ സമയം ഹല്ലേലൂയ കർത്താവ് വിവാഹത്തിനായിട്ട് ആഗ്രഹിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. തക്ക തുണയെ ഒരുക്കണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കണം. സ്വർഗ്ഗവരെ സഹായിക്കണമേ കർത്താവേ. കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാർക്ക് തലമുറ കൊടുത്ത് അനുഗ്രഹിക്കണമേ കർത്താവേ. നീ അവരോട് മനസ്സലിവ് കാണിക്കണം, കരുണ കാണിക്കണം. ഏത് പ്രശ്നമായാലും എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചൻ അവിടുന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ നിന്നെ ഉരുട്ടിമാറ്റിയേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഗർഭിണികളായിരിക്കുന്ന മക്കളെ കർത്താവ് താങ്ങിക്കൊള്ളണമേ. ക്ഷീണത്തോടും ഭാരത്തോടും അസ്വസ്ഥതയോടും കഴിയുന്ന കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്ന കർത്താവേ, നീ അവരെ പൂർണ്ണമായും വിടുവിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. ഈ സമയം കർത്താവേ, സ്തോത്രം 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 കർത്താവേ. യാത്ര ചെയ്യുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കുന്നപ്പാ. ഓരോ മക്കളുടെയും വാഹനയാത്രയിലും വഴിയാത്രയിലും കൂടെ ഇരിക്കണേ. നിശ്ചയസ്ഥാനത്ത് കൊണ്ട് എത്തിക്കണമേ. ഈ സമയം ഭവനമില്ലാത്ത മക്കളെ ഏൽപ്പിക്കുന്നപ്പാ. നീ അവർക്ക് തലചായ്പാൻ ഭവനമൊരുക്കണമേ. വാടക ഭവനങ്ങളൊക്കെ ഒഴിഞ്ഞ് സ്വന്തം ഭവനത്തിലൊന്ന് തലചായ്പാൻ ഭവനമൊരുക്കണേ കർത്താവേ. അപ്പോൾ ആ ഭവനം പണിയുന്ന മക്കളുണ്ട്. അപ്പോൾ അവരുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് സ്വർഗം കരുതിക്കൊള്ളുമാറാകണം. അത് പൂർത്തീകരിച്ച് പാർക്കുവാനും ഭാഗ്യമൊരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കഷ്ടനഷ്ടം കൂടാതെ ദൈവമെല്ലാം ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, കടഭാരമുള്ള മക്കളെ സമർപ്പിക്കുന്നല്ലോ. അപ്പോൾ അവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുക്കണമേ കർത്താവേ. അങ്ങ് സകല ബുദ്ധിമുട്ട് പറഞ്ഞ് ഞങ്ങളെ സഹായിക്കുന്ന ദൈവമാ. വഴി തുറക്കണമേ, അനുഗ്രഹിക്കണമേ. ദൂതനെ ഇറക്കണേപ്പാ. അവരുടെ ഭാരം ഒഴിയുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നന്ദി പിതാവേ, നന്ദി 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 കർത്താവേ. എല്ലാ പ്രാർത്ഥനാ വിഷയം സമ്പൂർണ്ണമായി ഏൽപ്പിക്കട്ടെ ഈ സമയം. ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. അനേക നീറുന്ന വേദനകളിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളുണ്ട്. സകല ജീവിത പ്രശ്നത്തെയും അപ്പച്ചൻ്റെ പാദപിടിച്ചിലോട്ട് ഏൽപ്പിക്കുന്നു. സകലത്തിനും പരിഹാരം എൻ്റെ അപ്പച്ചനാകിയാൽ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ പാദപിടിച്ചിൽ കടന്നു വരുന്നിട്ടുള്ളവർ ഒരു നാളിൽ ലജ്ജിച്ചുവാൻ നീ സമ്മതിക്കുന്ന ദൈവമല്ല നാഥാ, മനസ്സലിയണേന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയം പുതുവയസ്സിൽ പ്രവേശിച്ച മക്കളെ, കുടുംബജീവിതത്തിൽ പുതുവർഷക്കാലം പ്രവേശിച്ച മക്കളെയൊക്കെ ഓർക്കുന്നു. പുതിയ നന്മകളും അനുഗ്രഹവും ഈ പുതുവർഷത്തിൽ കൊടുത്തവരെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം സ്തോത്രം. അനാഥരെ വിധവകളെ സംരക്ഷിക്കണമേ കർത്താവേ. ഞങ്ങളുടെ പൈതങ്ങളെയൊക്കെ കാത്തോണേ. ഞങ്ങളുടെ യുവാക്കന്മാരെ പരിപാലിക്കണമേ. അരുതാത്തതൊന്നും അകപ്പെട്ടുവാൻ അനുവദിക്കല്ലേ. ജയത്തോടെ നടത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഹല്ലേലൂയ കർത്താവേ, റിസൾട്ട് കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടപ്പാ. ഹല്ലേലൂയ. പ്രത്യേകിച്ച് പ്രാർത്ഥനയും ചോദിച്ച മക്കളുണ്ടപ്പാ. ഞങ്ങൾക്ക് തമ്മിൽ ഒന്നും അറിയത്തില്ലെങ്കിലും പൈതങ്ങളെ കർത്താവ് മാനിക്കണമേ. പ്രാർത്ഥിക്കുമ്പോൾ വിടുതലുണ്ടല്ലപ്പാ, ജയമുണ്ടല്ലോ കർത്താവേ. നന്മയ്ക്കായി ചെയ്യണമേ. പ്രാർത്ഥന കേൾക്കുന്ന ദൈവമുണ്ടെന്ന് തൻ്റെ കുഞ്ഞുങ്ങളെ മാതാപിതാക്കളൊക്കെ വിശ്വസിപ്പാൻ തക്ക സ്വർഗം ഇടയാക്കണമേ. അവരുടെ എഴുതിയ സബ്ജക്റ്റിന്മേലൊക്കെ സ്വർഗം കൈയച്ച് മാർക്ക് കൊടുക്കണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഹല്ലേലൂയ കർത്താവേ ജയിച്ച നല്ല മാർക്കോടെ പാസ്സായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായി കാണപ്പെടാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമലിനായി പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കൂട്ടുകാർക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവം തൻ്റെ കുഞ്ഞുങ്ങളെ സഹായിച്ചാട്ടപ്പ. ഹല്ലേലൂയ. അങ്ങനെ പല വിധത്തിൻ്റെ പരീക്ഷകൾ എഴുതി കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ജയമൊരുക്കണമേ. അവരുടെ ആഗ്രഹങ്ങളെയൊക്കെ നിവർത്തിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് ഈ സമയം വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുന്നു. ഹൃദയ സമാധാനം നൽകി പ്രത്യാശയോടെ ജീവിപ്പാൻ ഓരോ മക്കളെയും സഹായിച്ചാട്ട് കർത്താവേ. സ്തോത്രം സ്തോത്രം കർത്താവേ. ദൈവമായ കർത്താവ് ഞങ്ങളുടെ ഉപജീവനമാർഗ്ഗത്തെ തമ്പുരാൻ്റെ കരങ്ങളിലോട്ട് ഏൽപ്പിച്ച് തരുന്നു. ഞങ്ങളുടെ ഉപജീവനമാർഗ്ഗം ഒന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണം. കഷ്ടനഷ്ടങ്ങൾ കൂടാതെ ഓരോ മക്കൾക്കും വേണ്ടുന്ന ദിനംതോറും കൊടുത്ത് ജയോത്സവമായി നടത്തിക്കാട്ട്. ബിസിനസ് ചെയ്യുന്ന മക്കളെ അനുഗ്രഹിക്കണമേ കർത്താവേ. കഴിഞ്ഞ നാളുകളിൽ കഷ്ടവും നഷ്ടവും കടന്നു വന്ന പ്രിയപ്പെട്ടവരുണ്ട്. എന്നാൽ ഈ 2025 തൻ്റെ കുഞ്ഞുങ്ങളുടെ ബിസിനസ്സൊക്കെയും അനുഗ്രഹപ്രദമായി മാറണം. ആമേൻ. തലകുനിക്കാതെ മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടാതെ ശ്രേഷ്ഠകരമായി നടത്തുന്ന ദൈവത്തെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാൻ ആ കുഞ്ഞുങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ ദേശത്തെ അനുഗ്രഹിക്കണേ. ചുറ്റുപാടുകളെ അനുഗ്രഹിക്കണേ. അയൽകുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ രോഗികളെ സമർപ്പിക്കുന്ന കർത്താവേ. രോഗികൾക്ക് നല്ല വൈദ്യനും മരുന്നും അവിടുന്ന് എല്ലാ രോഗത്തെയും തിരുമുൻപാകം സമർപ്പിക്കുന്ന ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവർ, തൈറോയിഡുള്ളവർ, അലർജിയുള്ളവർ, ആസ്മയുള്ളവർ, പനിയാൽ ചുമയാൽ വിമിഷ്ടത്താൽ ഭാരപ്പെടുന്നവർ, തലയ്ക്കകത്ത് വേദനയാൽ ഭാരമുള്ളവർ, ഉദരസംബന്ധമായ പല രോഗങ്ങളുള്ളവർ, കർത്താവ് യൂറിക് ആസിഡും ക്രിയാറ്റിനുമുള്ളവർ, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ, എൻ്റെ കർത്താവേ നീ ഇവിടുന്ന് സഹായിക്കണേ, സൗഖ്യമാക്കണമേ. ആമേൻ. കാഴ്ചയും കേൾവിയും ഓർമ്മയില്ലാത്ത കർത്താവെ ആൾക്കാർ, ബുദ്ധിയില്ലാത്ത ജീവിതങ്ങൾ കർത്താവെ സ്തോത്രം. പല്ലിൻ്റെ വേദനയാൽ ഭാരപ്പെടുന്നവർ, പല്ലിൻ്റെ ഇൻഫെക്ഷനാൽ ഭാരപ്പെടുന്നവർ, എൻ്റെ കർത്താവെ ഹല്ലേലൂയ. കണ്ണിൻ്റെ വേദനയാൽ ഭാരമുള്ളവർ, ഹല്ലേലൂയ കർത്താവെ സ്തോത്രം. എല്ലാവരെയും ഭാരപ്പെടുന്ന ഹല്ലേലൂയ എല്ലാ ഭാരപ്പെടുന്ന വിഷയത്തിന്മേലും സ്വർഗ്ഗത്തിലേപ്പച്ചൻ്റെ കരം വയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നാഥാ. സ്തോത്രം സ്തോത്രം. മുട്ടിൻ്റെ വേദനയും നടുവിൻ്റെ വേദനയുമുള്ളവർ, ശരീരമാസകലം അതിവേദനയും നീർക്കെട്ടുമുള്ളവർ, രാത്രികാലങ്ങളിൽ ഉറങ്ങുവാൻ കഴിയാതെ ഭാരപ്പെടുന്ന ജീവിതങ്ങൾ സ്വർഗ്ഗമേ മനസ്സലിയണം എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. അവിടുന്ന് തൊട്ട് സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അങ്ങ് മരുന്ന, അങ്ങ് വൈദ്യന, ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സൗഖ്യം ലഭിക്കുമല്ലോ
കാൻസർ രോഗികളോട് കരുണ കാണിക്കണേ. കിഡ്നി രോഗികൾ, ഹാർട്ട് ലിവറിനും കുഴപ്പമുള്ളവരോട് മനസ്സലിനം കരുണ കാണിക്കണം. അപ്പൻ്റെ സൗഖ്യം കാത്തു കിടക്കുകയാ, തൊട്ട് സുഖപ്പെടുത്തിയേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. മരുന്നിനും വൈദ്യനും കഴിയാത്തതിൻ്റെ അപ്പച്ചന് കഴിയും. മനസ്സലിവും കരുണയുമുള്ള ദൈവം അങ്ങ് മാത്രമാകിയാൽ ഓരോ ജീവിതങ്ങളോടും മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുക കർത്താവേ. ആ ബ്ലീഡിങ്ങിലുള്ളവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഓപ്പറേഷന് വിധേയപ്പെടുന്ന ജീവിതങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഒടുവിനാൽ ചതവിനാൽ കിടക്കുന്നവരുണ്ട്, ഉണങ്ങാത്ത വ്രണമുള്ളവരുണ്ട്. എൻ്റെ സ്വർഗത്തിലെ ദൈവമേ, നീ സൗഖ്യമാക്കണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. നാൾതോറും ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടി ഞങ്ങളങ്ങേ വാഴ്ത്തി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വീണ്ടും പകൽക്കാലം ജീവിപ്പാൻ ദൈവകൃപ തരണം. പാപം കൂടാതെ ജീവിപ്പാൻ സഹായിക്കണം. അപ്പൻ്റെ ഇഷ്ടം ചെയ്യാൻ ഞങ്ങളെ ഒരുക്കിക്കൊള്ളണം. എല്ലാം അപ്പച്ചൻ്റെ പാദപ്പെടുത്തി ഏൽപ്പിക്കുന്നു. ഞങ്ങളെ ഒരുപോലെ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ ദൂരത്തിലെയും സമീപസ്ഥരെയും കാത്തുകൊള്ളണം. മാതാപിതാക്കളില്ലാത്ത ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ സംരക്ഷിക്കുമാറാകണം. നല്ല ആലോചനയും കർത്താവ് കൊടുത്ത് ഓരോ മക്കളെയും വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച് ഓരോ മക്കളെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അടിയൻ മറന്നാലും നീ മറക്കാത്ത ദൈവമാ. പാവപ്പെട്ടവരെ ഓരോരുത്തരെയും ഓർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാ നാമത്തിലും മേലായ നാമം എൻ്റെ യേശുവിൻ്റെ നാമം. അത് അനുഗ്രഹിക്കപ്പെടട്ടെ, അത് വളരട്ടെ, അത് ഉയരട്ടെ. സ്വർഗം സഹായിച്ചാട്ടപ്പാ. സ്തോത്രം. സുവിശേഷ വേലക്കാരെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ കർത്താവേ. സ്തോത്രപ്പാ. സ്തോത്രം. ഭരണകൂടങ്ങളെ അനുഗ്രഹിക്കണേ, ഭരണകർത്താക്കളെ അനുഗ്രഹിക്കണേ. ഞങ്ങളുടെ ദേശത്തോട് മനസ്സറിയണമേ. ഞങ്ങളുടെ രാജ്യത്തോട് കരുണ കാണിക്കണമേ. അനർത്ഥങ്ങളിൽ നിന്ന് ആപത്ത് വിട്ടുവിക്കണേ. യുദ്ധങ്ങളിൽ നിന്ന്, ശാപങ്ങളിൽ നിന്നും, ഭൂകമ്പങ്ങളിൽ നിന്നും, മഹാമാരിയിൽ നിന്നും, ജലപ്രളയത്തിൽ നിന്നും, അഗ്നിയിൽ നിന്നൊക്കെ ഞങ്ങളെ വിട്ടുവിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയെ കേട്ട ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം.